ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേയുടെ വോയിസ് ഓവറാണ്. ഞാനിത് ഒത്തിരി താമസിച്ചു എന്ന് എനിക്കറിയാം. കാരണം ഞാന് ട്രിപ്പ് കഴിഞ്ഞ് വന്നത് കറക്റ്റ് പൊന്നൂസിന്റെ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പൊ യൂണിഫോം തയ്ക്കലും പിന്നെ ബുക്സ് കവർ ചെയ്യാനും അതിന്റെ പുറകെ ഒത്തിരി ഓടാനുണ്ടായിരുന്നു. ഒത്തിരി സ്കൂളിലേക്ക് വേണ്ട വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്മോൾ ബിസിനസ്സസ് ഉണ്ട്. 2 ബിസിനസ് ഉണ്ട്. ഇന്റീരിയറും ഉണ്ട്. അതുപോലെ പീഫോൾ എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റിന്റെ ഒരു ബിസിനസ് കൂടി ഉണ്ട്. അപ്പോ നമ്മൾ അതിന്റെയൊക്കെ പുറകെ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന ആളില്ലേ, ആള് സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, അത് അയാളല്ല, നിനക്ക് തെറ്റിപ്പോയതാന്ന് പറഞ്ഞു. അത് അദ്ദേഹം തന്നെയായിരുന്നു ട്ടോ. ഞങ്ങൾ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു. വീഡിയോ എടുക്കണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നല്ല ഫുഡായിരുന്നു. സാധാ ഹോട്ടലായിരുന്നെങ്കിലും നല്ല ഫുഡായിരുന്നു. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിന്നിട്ട് ഉള്ള ഒരു ഷോപ്പായിരുന്നു. നമ്മള് ടൗണിൽ ഇറങ്ങിയോണ്ട് എൻഎച്ചിൽ കേറാൻ വേണ്ടി കുറേ ചുറ്റിട്ടോ. ഈ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. ഈ ആലും തറയും ഇതുപോലെയുള്ള പഴയ വീടുകളും എല്ലാം. ഇപ്പൊ എന്റെ സ്ഥലം എന്നൊക്കെ പറയുന്നത് എറണാകുളമാണ്. വിഷ്ണുവിന്റെ സ്ഥലം എറണാകുളമാണ്. ഞങ്ങളൊക്കെ എറണാകുളത്ത് ജനിച്ച് ജീവിച്ച ആളുകളാ. അപ്പൊ നമുക്ക് ഇത്രയും ഒരു ഉൾപ്രദേശത്തേക്ക് വരുമ്പോ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആണ് ഓരോന്ന് കാണാനായിട്ട്. ഇപ്പൊ ഇവിടെ നമ്മളൊരു 2 നില വീട് കണ്ടുട്ടോ. ആദ്യം കണ്ട ഒരു വീടാണിത്. ഭയങ്കര പഴയ വീട്. എന്തോ താഴെയൊക്കെ മരത്തിന്റെ ഇത് വെച്ചിട്ടാ പണിതിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മള് പോകെയാണ് നമുക്ക് മനസ്സിലായത് അവിടെയുള്ള എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാ. ഇരുനില വീടുകള് ഇതുപോലെയാണ് പണിതിട്ടുള്ളതെന്നുള്ളത്. പിന്നെ എൻഎച്ചിനോട് ചേർന്നിട്ട് ഇതുപോലെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയുള്ള വലിയ വലിയ ബിൽഡിങ്സും പണി തുടങ്ങിയിട്ടുണ്ട്. എൻഎച്ച് ഡെവലപ്ഡ് ആവുന്നതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ബിൽഡിങ്സും ടൗൺ മൊത്തത്തിലൊന്ന് ഡെവലപ്ഡ് ആവുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണല്ലോ. ഇപ്പൊ നമ്മള് മൈലേജ് നോക്കുവായിരുന്നു. മൈലേജ് നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ എൻഎച്ചിലൂടെ പോകുന്നതുകൊണ്ട് മൈലേജ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. 36, 37 ഒക്കെ ആ ഒരു റേഞ്ചിലൊക്കെ വന്നായിരുന്നു. പിന്നെ ഈ ഒരു എൻഎച്ച് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് ആദ്യായിട്ടാ വരുന്നെ. ഇതിനു മുമ്പ് നമ്മള് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു എൻഎച്ചില് നമ്മള് ഫസ്റ്റ് ടൈമാ. പൊന്നൂസ് പുറകിൽ ആസ്വദിച്ചിരിക്കുവാണ് ട്ടോ. നല്ല റോഡാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ റോഡിന്റെ കാര്യത്തില്. റോഡ് കുണ്ടും കുഴിയൊക്കെ ആണെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് കേരളത്തില് ട്രാവൽ ചെയ്യുമ്പോ മാത്രമേ മൈഗ്രെയിൻ വന്നിട്ടുള്ളൂ. മൈഗ്രെയിനും അത് കൂടി കൂടി വൊമിറ്റിംഗ് എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂരൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ നല്ല റോഡാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വന്നിട്ടില്ല. പക്ഷെ കേരളത്തില് നമ്മള് തൊട്ടടുത്തൊരു 10, 20 കിലോമീറ്റർ പോയാ പോലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മൈഗ്രെയിൻ ഇഷ്യൂ. അപ്പോ ഇങ്ങനെ ഒരു എൻഎച്ച് വന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു യാത്രയില് മൈഗ്രെയിന്റെ ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ വോമിറ്റിങ്ങിന്റെയോ അങ്ങനത്തെ യാത്രയില് വരുമ്പോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മെഡിസിൻ തരാറുണ്ടല്ലോ. ആ ഒരു മെഡിസിൻ ഒന്നും ഞാന് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ ഒരു ടോൾ പ്ലാസ കാണാൻ നല്ല രസമുണ്ടല്ലേ. 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മള് യാത്ര തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ അവിടെ ഒരു വാൻ കത്തി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. അപ്പഴാ ഈ ടോൾ പ്ലാസ നമ്മള് കണ്ടതാണല്ലോ എന്ന് ഓർത്തത്. നല്ല രസമുണ്ട്. ഒരു കേരളീയ തനിമ. പിന്നെ ഞങ്ങളൊരു പമ്പില് സ്റ്റോപ്പ് ചെയ്തപ്പോ പമ്പിന്റെ സൈഡിലായിട്ട് 2 ചെറിയ പയ്യന്മാര് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പായിരുന്നേ. അപ്പൊ അവിടുന്ന് നമ്മള് പൈനാപ്പിൾ വാങ്ങി. നല്ല മധുരായിരുന്നു പൈനാപ്പിളിന്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പൈനാപ്പിൾ വാങ്ങി. പിന്നെ കുറച്ച് അച്ചാറുകളൊക്കെ വാങ്ങിയായിരുന്നു. നമ്മള് ഫുഡ് ഐറ്റം ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ചാറുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവര് തന്നെ ആ ഷോപ്പിന്റെ സൈഡിലിരുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബോട്ടിൽസിലൊക്കെ ആക്കി അതുപോലെ വെക്കുന്നയാട്ടോ. അപ്പൊ പിന്നെ ഞാൻ ആദ്യമായിട്ട് വ്ലോഗ് എടുക്കുന്നതിന്റെ പല പ്രശ്നങ്ങളും എന്റെ കൈകളൊക്കെ അതിന്റെ ഫ്രണ്ടിലേക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതുപോലത്തെ വീടുകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ. ഞാൻ അങ്ങനത്തെ വീടുകൾ കണ്ടാ സ്റ്റോപ്പ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കും. അത് എന്റെ ഒരു ഹോബി പോലെയാണ് ശരിക്കും. പിന്നെ ഈ ഒരു എൻഎച്ച് വന്നതിന്റെ പേരിൽ ഒത്തിരി ബിൽഡിങ്സ് എല്ലാം പൊളിക്കേണ്ടി വന്നിട്ടുണ്ട്. വീടുകളടക്കം. അതൊക്കെ കാണുമ്പോ ഒരു വിഷമം തോന്നും അല്ലേ? എത്ര പേരുടെ സ്വപ്നവും ഓർമ്മകളും ഒക്കെയാണ് ആ വീടുകളിലുള്ളത് എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. ഇത്രയും സമയം വന്ന ഒരു ഈസിനെസ് ഇനി റോഡിന് ഇല്ലാട്ടോ. റോഡില് നല്ല രീതിയില് പണികള് നടക്കുവാണ്. നല്ല രീതിയില് പൊടിയുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പ് എവിടെയോ വഴി തെറ്റിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഒറ്റ വണ്ടികളും ഇല്ല. നമ്മുടെ പുറകിലൊന്നും ഒരു വണ്ടിയും ഇല്ല. നമ്മള് മാത്രം ഈ ഒരു പൊടിക്കൂടെ പോയിക്കൊണ്ടിരിക്കാ. ഇത്രയും സമയം വന്ന ആ ഒരു റൂട്ട് നമ്മള് മാറിപ്പോയിട്ടുണ്ട്. എവിടെയോ മാറിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പണി നടക്കുന്ന ഇടേക്കൂടെ വരേണ്ടി വന്നെ. വേറെ റൂട്ട് ഉണ്ടായി കാണും. നല്ല രീതിയില് പണി നടന്നുകൊണ്ടിരിക്കുവാ. നല്ല പൊടിയുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു റോഡൊക്കെ വരുന്നോണ്ട് ഒരുപാട് പേർക്ക് ഗുണാവുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മളെപ്പോലുള്ള തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് വരുന്നവർക്കൊക്കെ ഒറ്റ സ്ട്രെച്ചില് നമുക്കൊരു പോയിന്റിൽ എത്താം. പിന്നെ വിഷ്ണുവിന് എപ്പോഴും കോൾസ് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ട്രാവലിംഗ് തുടങ്ങിയിട്ട് നമ്മൾ ഒത്തിരി ദിവസം എടുത്തിട്ടാണ് നമ്മള് ഓരോ ഡെസ്റ്റിനേഷൻ പോയിന്റ്സിൽ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഇങ്ങനെ കോളിംഗ് ആണ്.
എപ്പോഴും കോൾസ് വന്നുകൊണ്ടിരിക്കും. ബിസിനസ് കോൾസ് ആയാലും ക്ലയന്റിന്റെ ഭാഗത്തും അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ടറുടെ കോൾസ് അങ്ങനെ ഒത്തിരി കോൾസ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. വർക്കേഴ്സിന്റെ കോൾസ്, ഓഫീസിൽ നിന്നുള്ള കോൾസ് അങ്ങനെ ഒത്തിരി കോൾസ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്യാനും ബുദ്ധിമുട്ടാ. പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരി ഇഷ്ടാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പല സ്ഥലങ്ങളിലും പോവാനും കാണാനും ഒക്കെ. പക്ഷെ ഒരു ദിവസം കൊണ്ട് ചെല്ലേണ്ട സ്ഥലത്ത് ചിലപ്പോ ഒരാഴ്ച എടുത്തിട്ടായിരിക്കും നമ്മള് ചെല്ലുള്ളൂ. പിന്നെ നമ്മളവിടെ കല്ലുമ്മക്കായ കണ്ടേ. അപ്പൊ അവിടെ ഒന്ന് നിർത്തി. ഞാൻ ആദ്യായിട്ടാ കാണുന്നെ കല്ലുമ്മക്കായ. ആ ഇക്ക വിചാരിച്ചു ഞാൻ വാങ്ങാൻ വന്നതാന്ന് വിചാരിച്ച് ഒന്ന് നോക്കി. പിന്നെ നമ്മള് കണ്ണൂർ കോക്ടെയിൽ കുടിക്കണംന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൗണിലേക്ക് നമ്മൾ അധികം ഇറങ്ങാത്തോണ്ടും, ഈ ഒരു എൻഎച്ച് കൂടെ പോകുന്നോണ്ടും നമുക്ക് ആ ഒരു കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ പറ്റണ്ടായില്ല. പക്ഷെ നമ്മള് എപ്പോഴോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻഎച്ചിന്ന് ഇറങ്ങിയതാ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് നമ്മളവിടെ ചോദിച്ചപ്പോ കോക്ടെയിൽ ഇണ്ട്ന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു പഴയ വീട് ട്ടോ. എനിക്ക് ഈ പഴയ വീടുകൾ കാണുമ്പോ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. ഒത്തിരി ഇഷ്ടം എനിക്ക്. എനിക്ക് അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാ. പിന്നെ അവിടെ എൻഎച്ചിന്റെ പണി നടക്കും. അപ്പൊ അവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇതൊക്കെ കാണുന്നത്. പിന്നെ എന്നെ വിഷ്ണു കളിയാക്കായിരുന്നു. എന്തായാലും വ്ലോഗ് എടുക്കുവല്ലേ ഇതൊക്കെ ഭയങ്കര ഫേമസ് ബസ് സ്റ്റാൻഡുകളാണ് അതൊക്കെ എടുത്തോന്ന് പറഞ്ഞിട്ട്. പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാ പറഞ്ഞത് എന്നെ കളിയാക്കിയതാന്നുള്ളത്. ചുമ്മാ പറഞ്ഞതാ. ഒരു പ്രത്യേകതയില്ല ആ ബസ് സ്റ്റാൻഡിന്. എന്നാലും ഞാൻ വ്ലോഗില് വെച്ചു. ഇത് പുതിയ ബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു ട്ടോ. അങ്ങനെ നമ്മള് യാത്ര പോയിക്കൊണ്ടേയിരിക്കയാണ്. ഇനി ഇതുപോലെയുള്ള റോഡുകളായിരിക്കും മുന്നോട്ടേക്ക്. നല്ല രസമുള്ള വീടുകളാണ് ട്ടോ ഈ ഭാഗത്ത്. പിന്നെ ഞങ്ങള് ഉച്ചയ്ക്ക് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഞങ്ങക്ക് ഫുഡൊന്നും കിട്ടിയില്ല. നല്ല ഫുഡൊന്നും കിട്ടുന്ന ഷോപ്പുകൾ അവിടെ കണ്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കിട്ടുന്ന എവിടെയാന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ദാ ഈ ഒരു ഷോപ്പ് കണ്ടേ. അടിപൊളി ഷോപ്പ് ട്ടോ. നല്ല ഷോപ്പ്. നഹ്‌ദി മന്തിന്നാ പറയുന്നേന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അതിന് പക്ഷെ ഞങ്ങൾ ആദ്യം വായിച്ചത് നന്ദിവന്തി നന്ദിവന്തിന്നാ. അപ്പൊ നന്ദിവന്തി ഉണ്ട് അത് കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞാണ് വിഷ്ണു കേറിയത്. പക്ഷെ അത് പിന്നീട് വായിച്ചു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് നഹ്‌ദി മന്തിന്നായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു ഡെസേർട്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോണ്ട് അലി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല ട്ടോ. അത് വേണംന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഇന്റീരിയർ ഒക്കെ ഓരോന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇന്ന ടൈലാണ്, ഇത് ഇന്ന ടെക്സ്ചർ ആണെന്നൊക്കെ പറഞ്ഞ് ലൈറ്റ്സും എല്ലാം നല്ല അടിപൊളി ഇന്റീരിയർ ആണ് ട്ടോ. അങ്ങനെ മന്തി വന്നു. മട്ടൻ മന്തി ഉണ്ടായിരുന്നു, ബീഫ് മന്തി ഉണ്ടായിരുന്നു. രണ്ടും അടിപൊളിയായിരുന്നു ട്ടോ. നല്ല ജ്യൂസി ടേസ്റ്റി ആയിരുന്നു. പൊന്നൂസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങടെ ഇവിടെയൊക്കെ കിട്ടുന്ന മന്തിയിൽ നിന്നും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അതിന്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതാണ് ഉമ്മലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഡെസേർട്ട്. അത് ഞങ്ങള് ട്രൈ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. നട്ട്സിന്റെ ഒരു ഫ്ലേവർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പൊന്നൂസിന് ഇങ്ങനെയുള്ള മധുരമുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല ട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ സൈഡിൽ നിന്ന് ട്രൈ ചെയ്ത് തുടങ്ങി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആദ്യമായി വ്ലോഗ് എടുക്കുന്നതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പൊന്നൂസിന് ഒട്ടും താല്പര്യമില്ല ട്ടോ ഇത്രയും മധുരമുള്ള ഐറ്റംസിനോട്. ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊന്നൂസ് കഴിക്കില്ല. അതുകൊണ്ടാണ് ട്ടോ കൊടുക്കാത്തെ. പല സ്ഥലങ്ങളിലും എനിക്കാണെങ്കിൽ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജീവനാ. പല സ്ഥലങ്ങളിലും ഞാൻ ഇതുപോലെ ഐസ്ക്രീം കഴിക്കുമ്പോ പൊന്നൂസിന് കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണ കാണുമ്പോ പലരും നോക്കും. ഓ കൊച്ചിന് കൊടുക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുവല്ലേ എന്ന്. പക്ഷെ ആ കുട്ടി ഒട്ടും കഴിക്കില്ല. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അവിടുത്തെ ഇന്റീരിയറും അവിടുത്തെ എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളിയാണ് ട്ടോ. ബില്ലും അത്യാവശ്യം റേറ്റ് ഉണ്ട് ട്ടോ. പക്ഷെ അതിനുള്ള വർത്ത് ഉണ്ട്. നല്ല അടിപൊളി ഫുഡ് അടിപൊളി. അവിടുത്തെ ഫേമസ് ഫുഡ് ആണെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആ കേറിയ ടൈമിലും അത് കഴിഞ്ഞിട്ടും ഒക്കെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് നഹ്‌ദി മന്തീനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദി മന്തീന്ന് വായിച്ചിട്ട് കേറിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും വോയിസ് വന്നില്ല. ഞാൻ ആ വോയിസ് എല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവറിന് വേണ്ടിയിട്ട് എടുത്തത്. അതൊരു ഭയങ്കര മണ്ടത്തരായിപ്പോയി. അപ്പൊ നമ്മള് സംസാരിച്ച വോയിസുകളൊന്നും അതിനകത്ത് വന്നില്ല. ഇത്രയും ട്രാവലിംഗ് വ്ലോഗുകളെല്ലാം കൂടി ഫോണിൽ സ്റ്റോർ ചെയ്തിട്ട് സ്പേസ് ഇല്ലാണ്ട് പിന്നീട് എസ്എസ്ഡി വാങ്ങി അതിനകത്തേക്ക് കോപ്പി ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്ന് ഓരോന്നോരോന്ന് എടുത്തു കഴിയുമ്പോൾ ഞാൻ മാക്സിമം സ്പേസ് സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. വോയിസ് ഇല്ലാത്തത് മാത്രമാണ് സേവ് ആക്കിയത്. അപ്പൊ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള വീഡിയോ ആണല്ലോ എന്നുള്ള ഒരു ഇതില്.
പക്ഷെ വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഞാൻ അതിനകത്ത് സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കട്ടായി പോയി. പൊന്നൂസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മന്തി അടിപൊളിയായിരുന്നു. അടിപൊളി യമ്മി ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നൂസിന് അവിടുത്തെ മന്തിയെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല ട്ടോ. നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു എന്നാ പൊന്നൂസ് പറഞ്ഞോണ്ടിരിക്കുന്നെ. നല്ല ജ്യൂസി ആയിരുന്നു. അത്ര സോഫ്റ്റ്. നമ്മുടെ ഇവിടുത്തെ ഒന്നും റൈസ് ഒന്നും അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. നമുക്ക് ഇവിടെ ഈ എറണാകുളത്തൊന്നും കിട്ടുന്ന മന്തികള്. ഇത്രയും ജ്യൂസിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇനി നമ്മള് കേറാത്തോണ്ടാണോന്നറിയില്ല. നമ്മളങ്ങനെ ഒരുപാട് പരീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എ.കെ.ജി ഹോസ്പിറ്റൽ കണ്ടു കണ്ണൂര്. പിന്നെ ഒരു മതില് കണ്ടപ്പോ വിഷ്ണു പറഞ്ഞു അതൊരു സ്കൂളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പഴേ പറഞ്ഞു അതൊരു ജയിലാവാനാ ചാൻസ്. കറക്റ്റ് ആയിരുന്നേ. ജയിലായിരുന്നു അത്. പ്രിസൺ. കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം അതായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മള് ചെല്ലുന്തോറും ഒരു ടൗൺ ആണ്. പക്ഷെ ഓൾഡും ഉണ്ട് ന്യൂ ഉണ്ട്. അങ്ങനെ ബിൽഡിങ്സ്. അങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സ്. ഓൾഡ് ബിൽഡിങ്സ് ആണ് കൂടുതലും. ഇങ്ങനത്തെ ഉള്ള ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇനി ഇതൊക്കെ എത്ര നാള് കാണാൻ പറ്റും. ഒരു കണക്കിന് ഓർക്കുമ്പോ ഈ 90s കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്ത ആളുകളാ. ഇതുപോലെയുള്ള ഒരു ഓൾഡ് ജനറേഷനും അവർക്ക് കാണാൻ സാധിച്ചു. ന്യൂ ആയിട്ടുള്ള ട്രെൻഡുകളും അവർക്ക് കാണാൻ സാധിച്ചല്ലോ. പിന്നെ ഈ ഒരു പുഴ ഇത് വളപട്ടണം പുഴയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വളപട്ടണം പുഴ കണ്ണൂരല്ലേ? അതാവാനാണ് സാധ്യത. 2 പുഴ ഞങ്ങള് കണ്ടായിരുന്നു. വളപട്ടണം പുഴയും പിന്നെ കുഞ്ഞിമംഗലം പുഴയും. ഇത് രണ്ടും മിക്കവാറും ഭാരതപ്പുഴയുടെ തന്നെ കൈവഴികളായിരിക്കണം. നമുക്ക് ഇവിടെ പെരിയാറുള്ള പോലെ. നോർത്തിലേക്ക് പോകുന്തോറും ഭാരതപ്പുഴയുടെ കൈവഴികളായിരിക്കണമല്ലോ. പക്ഷെ എനിക്കൊരു സംശയം ഇത് വളപട്ടണം തന്നെയാണോന്നുള്ളത്. പക്ഷെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. വളപട്ടണം തന്നെ ആവാനാണ് സാധ്യത. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മള് മാഹി, ധർമ്മടം അങ്ങനെയുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടാട്ടോ വന്നേ. പിന്നെ ഇവിടെ ഒത്തിരി ബോട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മള് നേരത്തെ കണ്ട പുഴ വളപട്ടണം പുഴ തന്നെയാണ് ട്ടോ. പിന്നെ കുറച്ച് ഓൾഡ് ബിൽഡിങ്സ് ഉള്ള ഒരു സിറ്റി പോലെയുള്ള സ്ഥലത്തേക്കൂടെ വന്നില്ലേ? ഓൾഡ് ബിൽഡിങ്സ് മാത്രമുള്ള ഒരു സ്ഥലം. അത് ചിറക്കലാണ്. ചിറക്കൽ രാജകുടുംബം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അസ്തമയായിക്കൊണ്ടിരിക്കണു. നമുക്ക് എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കണം. ഇത് പെരുമ്പ റിവർ ആണ് ട്ടോ. അതിന്റെ ഒരു ബോർഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി കാസർഗോട്ടേക്ക് നിസ്സാരം കിലോമീറ്റേഴ്സ് ഉള്ളൂ. എന്തോ 50 കിലോമീറ്റേഴ്സ് എന്തോ ഉള്ളൂ. കാസർഗോഡ് കഴിഞ്ഞിട്ട് റൂം എടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിങ്. കുറേ പാലങ്ങളും പുഴകളും എല്ലാം ഉണ്ട്. ബ്രിഡ്ജസും ഒക്കെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പല സ്ഥലത്തും ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് സൈൻ ബോർഡ്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ പുഴയൊക്കെ തുടങ്ങുമ്പോൾ ഏത് പുഴയാണെന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് പല സ്ഥലത്തും ഇല്ല. പിന്നെ സൂര്യാസ്തമയത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും റൂം എടുക്കും. കാസർഗോഡ് കഴിഞ്ഞ് പോണം എന്നുണ്ട്. നടക്കുമോന്നറിയില്ല. പിന്നെ ഒരു പയ്യൻ നമ്മുടെ അടുത്ത് അച്ചാർ വാങ്ങിക്കുമോന്ന് ചോദിച്ചിട്ട് കാസർഗോഡ് ചെന്നപ്പോൾ അവന്റെ ഉമ്മ ഉണ്ടാക്കുന്നതാന്നാ പറഞ്ഞ്. അതുകൊണ്ട് നമ്മളത് വാങ്ങി. പിന്നെ നമ്മൾ റൂം അന്വേഷിച്ചു. കുറച്ച് നടന്ന് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റൂമാണ് ഹോളിഡേ എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മൾ അന്ന് തങ്ങിയത്. അപ്പൊ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ നെക്സ്റ്റ് ഡേ വ്ലോഗിൽ കാണാം. ബൈ.